മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് ഉമ്മൻചാണ്ടിക്ക് ചികിത്സ ലഭ്യമാക്കണമെന്ന് ഉമ്മൻചാണ്ടിയുടെ സഹോദരൻ അലക്സ് ചാണ്ടി. 2015 രോഗം കണ്ടുപിടിച്ചിട്ടും ചികിത്സ നിഷേധിച്ചത് മകൻ ചാണ്ടിയുമ്മനും ഭാര്യ മറിയാമ്മയുമെന്ന് അലക്സ് ചാണ്ടി ആരോപിച്ചു. കുറച്ചൊക്കെ സത്യമുണ്ടെന്നാണ് ഭരണക്കാരാണ് ആദ്യം ഇത് വഴിതെറ്റിച്ചു കിട്ടുന്ന ഞങ്ങൾ മനസ്സിലാക്കുന്നത്. സഭാവിശ്വാസം ഒന്നും കളഞ്ഞിട്ടില്ല. ഞങ്ങളുടെ ഓർത്തഡോക്സ് സഭയാണ് ആ വിശ്വാസത്തിലാണ് നിൽക്കുന്നത്. അവരെല്ലാവരും അതാണ്. അവരൊക്കെ പള്ളിയിൽ പോവുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ഇല്ലാത്തത് പറയാനൊക്കത്തില്ല. ഭരണക്കാരൊന്നും അവരെ വിശ്വാസമുണ്ട്. അവർ പറയാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് പ്രാർത്ഥനയുണ്ട്. ശക്തമായിട്ട് നടക്കുന്നുണ്ട് പ്രാർത്ഥന. അത് ഒരു കൂട്ടരല്ല, പല കൂട്ടർ. കറക്റ്റ് പറയാനൊക്കത്തില്ല. എന്നുവെച്ചാൽ ഒത്തിരി പ്രാർത്ഥന വിഭാഗമുണ്ട്. എനിക്ക് അവരുടെ പേര് കറക്റ്റ് അറിയത്തില്ല. ഭാര്യയും മൂത്ത മകളും ഇളയ മകനുമാണ്. 3 പേരാണ് ഇത് കൂടുതലായിട്ടിരിക്കുന്നത്. രണ്ടാമത്തെ മോളെ അച്ചുമ്മൻ ദുബൈയിലാണ്. അവിടെ ഇടയ്ക്കെല്ലാം വരുന്നുണ്ട്. പിന്നെ കാണാനും അന്വേഷിക്കാനൊക്കെ വരുന്നുണ്ട്. ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് നിലപാട്, ശക്തമായിട്ട് ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് നിലപാടില്ല. അച്ചുമ്മൻ അതിനെ രാഷ്ട്രീയ രംഗത്താണേലും പല ആൾക്കാരെയും കണ്ട് പറഞ്ഞു, ഇന്ന പോലെയാണ് സംഗതി, ട്രീറ്റ്മെൻറ്റ് അത്യാവശ്യമാണ്, എൻ്റെ അപ്പയ്ക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞ് അവൾ വളരെ ശക്തമായിട്ടാണ് നിൽക്കുന്നത് ഇപ്പോഴും. പക്ഷേ എപ്പോഴും വീട്ടിൽ വന്ന് നിൽക്കുന്ന അന്തരീക്ഷയിലൊന്നും പറഞ്ഞ് വരുന്നില്ല. അങ്ങനെ രീതി നടന്നിട്ടില്ല. ഇവർ സമ്മതിച്ചിട്ടില്ല നടക്കാൻ വേണ്ടി. പിന്നെ ഡോക്ടർമാരൊക്കെ അവരറിയാതെയൊക്കെ ചില്ലറ ഇതൊക്കെ ചെയ്തായിരുന്നു. ഡാൻ കുര്യനുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഡാൻ, നേരത്തെ തന്നെ ചികിത്സ നിഷേധിക്കുന്നു എന്ന ഒരു ആരോപണം ഉയർന്നിരുന്നു. പക്ഷേ പിന്നീട് ജർമ്മനിയിലൊക്കെ കൊണ്ടുപോയുള്ള ചികിത്സയൊക്കെ നടന്നതാണ്. ഇപ്പോൾ കൂടുതൽ ശക്തമായി പരസ്യമായി അദ്ദേഹത്തിന്റെ സഹോദരൻ ഉൾപ്പെടെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം എങ്ങനെയുണ്ടായി? എന്താണ് അവരുടെ പ്രധാന ആവശ്യങ്ങൾ? രണിക, അതായത് ഉമ്മൻചാണ്ടിയുടെ കുടുംബാംഗങ്ങൾ തന്നെയാണ് അദ്ദേഹത്തെ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി ജർമ്മനിയിലേക്ക് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് എത്തിച്ചത്. അവിടെ ലേസർ ശസ്ത്രക്രിയയ്ക്ക് ശേഷം അദ്ദേഹം ബംഗളൂരുവിലെ വസതിയിൽ തുടർ ചികിത്സയുമായി ബന്ധപ്പെട്ട് കഴിയുകയായിരുന്നു. ഏതാണ്ട് 1 മാസത്തെ വിശ്രമത്തിന് ശേഷമാണ് കഴിഞ്ഞ ജനുവരി മാസം ആദ്യം അദ്ദേഹം തലസ്ഥാനത്ത് ജഗതിയിലുള്ള സ്വന്തം വസതിയിലേക്ക് തിരികെ എത്തിയത്. അതിനിടയിൽ അദ്ദേഹത്തിന് വീണ്ടും ശാരീരിക അവശതകൾ ഉണ്ടായതായും ഉമ്മൻചാണ്ടിയുടെ നില ഗുരുതരമാണ് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തേക്ക് വന്നു. അതിന് പിന്നാലെ ഇന്നലെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ തന്നെ ന്യൂസ് 18ലൂടെയാണ് അതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണ്, ഇത് ഊഹാപോഹം മാത്രമാണ്, ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം വ്യാജ സന്ദേശം പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കോടതിയെ സമീപിക്കുമെന്ന തരത്തിലുള്ള പ്രസ്താവനയുമായി മകൻ ചാണ്ടിയുമ്മൻ തന്നെ പ്രതികരിച്ചിരുന്നു. എന്നാൽ ഇന്നലെ വൈകിട്ട് ഉമ്മൻചാണ്ടി തന്റെ ഫേസ്ബുക്ക് ലൈവിൽ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിന് കുടുംബവും തന്റെ പാർട്ടിയും പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട്, നിലവിലുള്ള ചികിത്സയിൽ താൻ തൃപ്തനാണ് എന്ന തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ നടത്തിയിരുന്നു. എന്നാൽ ഇന്നാണ് വളരെ നാടകീയമായി ഉമ്മൻചാണ്ടിയുടെ ഇളയ സഹോദരൻ അലക്സ് ചാണ്ടി തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ ആശങ്കയുണ്ട്, അദ്ദേഹത്തിന്റെ ആരോഗ്യപരമായ ആശങ്കകൾ പരിഹരിക്കുന്നതിന് വേണ്ടി തുടർ ചികിത്സയ്ക്ക് വേണ്ടി സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകണം, ഒരു മെഡിക്കൽ ബോർഡിന് രൂപം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്കും DGPക്കും സ്പീക്കർക്കും പരാതി നൽകിയിരിക്കുന്നത്. അതിന്മേൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൃത്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ജഗതിയിലുള്ള ഉമ്മൻചാണ്ടിയുടെ വസതിയിലെത്തി അദ്ദേഹത്തെ നേരിൽ കണ്ട് നിലവിൽ അദ്ദേഹത്തിന് ലഭ്യമാകുന്ന ചികിത്സകളും തുടർന്ന് ലഭ്യമാക്കാനിരിക്കുന്ന ചികിത്സകളും തമ്മിലുള്ള എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന കാര്യങ്ങൾ വിശദമായി പരിശോധിച്ചതിന് ശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അക്കാര്യം അറിയിക്കും. അതിനുശേഷം കേരളത്തിൽ തന്നെ ഒരു മെഡിക്കൽ ബോർഡിന്, അതായത് വിദഗ്ധരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മെഡിക്കൽ ബോർഡിന് രൂപം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് സർക്കാർ തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന്റെ സഹോദരനടക്കം ഇത്തരത്തിലൊരു പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് കുടുംബാംഗങ്ങളെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഇനി അങ്ങോട്ട് തുടർന്ന് ഏത് തരത്തിലുള്ള നടപടിയായിരിക്കും സർക്കാർ ഇക്കാര്യത്തിൽ സ്വീകരിക്കുക എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും സർക്കാർ ഇടപെടൽ ഉണ്ടാകും എന്ന സൂചനയാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത്. മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാനുള്ള ശ്രമമുണ്ട് എന്നതാണ് ഡാൻ കുര്യൻ റിപ്പോർട്ട് ചെയ്യുന്നത്.